വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സമയത്ത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം മലപ്പുറം ജില്ലയിലെ വെളിയങ്കോടത്തൊരു ഇഷ്യൂ നമ്മൾ ഇന്നലെ രാത്രി വീഡിയോ ഇട്ടിരുന്നു. അതായത് വെളിയങ്കോട് മഹല്ലിലെ ഖാദിയാണ് ഹംസ സഖാഫി ഉസ്താദ്. ആ ഉസ്താദ് ഈ മറ്റേ വഖഫ് ചെയ്ത സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഡയാലിസ് സെന്ററിന്റെ പള്ളിസ്ഥലത്ത്, പള്ളിയുടെ വഖഫ് ചെയ്തൊരു സ്ഥലത്ത് ഡയാലിസ് സെന്റർ നിർമ്മിക്കുമ്പോൾ വഖഫ് മന്ത്രിയുടെ പ്രസന്റിൽ വെച്ചുകൊണ്ട് തന്നെ ചില വിമർശനങ്ങൾ നടത്തി. ഈ വിമർശനങ്ങളെ തുടർന്ന് വലിയ വിവാദമുണ്ടായി. ഈ ഖാദിക്കെതിരെ പള്ളി കമ്മിറ്റി തന്നെ ചില നീക്കങ്ങൾ നടത്തി. അതായത് ഈ വഖഫ് മന്ത്രിക്ക് ഇത് ഇഷ്ടമായില്ല ഇങ്ങനെ പറഞ്ഞത്. അതായത് സക്കാത്തായിട്ട് കിട്ടുന്ന തുക ഒക്കെ ഡയാലിസിന് കൊടുക്കണമെന്നും പള്ളിക്ക് വഖഫ് ചെയ്ത ഭൂമിയിൽ മറ്റെന്തെങ്കിലും നിർമ്മിക്കുമ്പോൾ വാക്കിഫായ ആൾ, വഖഫ് ചെയ്ത ആളുടെ താല്പര്യം എന്തിനാണ് എന്ന് പരിഗണിക്കണം എന്നൊക്കെയാണ് പറഞ്ഞൊരു രത്നച്ചുരുക്കം. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാവുകയും പള്ളി കമ്മിറ്റി മറ്റേ ഖാദിക്കൊരു കത്ത് കൊടുത്തു. ആ കത്തിലിങ്ങനെ പറഞ്ഞിരുന്നത് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന രീതിയിൽ വിമർശനമായിരുന്നു. ഞങ്ങൾ വഖഫ് മന്ത്രിയോട് ഞങ്ങൾ മാപ്പ് പറയുകയാണെന്നൊക്കെ പറഞ്ഞു. തിരിച്ചങ്ങോട്ട് ഖാദിയും ഹംസ ഖാഫിസ്ത ഒരു മറുപടി കൊടുത്തു. അപ്പം ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം അവിടുത്തെ സെക്രട്ടറി മനാഫ് എന്ന് പേരുള്ള വെളിയങ്കോടത്തെ മഹലിൻ്റെ സെക്രട്ടറി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ രമ്യമായിട്ട് പരിഹരിച്ചു, ഞങ്ങൾ ഖാദിയുടെ വീട്ടിൽ പോയി എല്ലാം മസ്ലഹത്താക്കി, ഇനി ഒരു പ്രശ്നവും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ അവസാനിച്ച വിവരം ഒന്ന് നിങ്ങൾ പറയണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ആ വിഷയം പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ വിഷയങ്ങളൊക്കെ അവസാനം ഇന്നലെ രാത്രിയിൽ പള്ളി കമ്മിറ്റിയിലെ ആളുകൾ ഖാദിയുടെ വീട്ടിൽ ചെന്നു. ഖാദി പറഞ്ഞു, ഞങ്ങളിലേക്ക് ഒരു തെറ്റുപറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് കമ്മിറ്റിക്ക് ബോധ്യമായി. അതുതന്നെയാണല്ലോ വേണ്ടത്. നമ്മളൊരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുന്നതിനോളം നന്മ വേറെ ഇല്ല. ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു പോകുന്നിടത്താണ് വിജയം. അല്ലാതെ ഉലമാക്കളൊരു സൈഡിൽ ഉമറാക്കളുടെ രണ്ടും ഇങ്ങനെ കിടന്നിട്ട് ഒരു ചേരിതിരിവ് ഉണ്ടാക്കി പ്രയാസങ്ങൾ സൃഷ്ടിക്കലല്ല വിസാൽ മീഡിയ ഉദ്ദേശിക്കുന്നത്. നന്മ, നാട്ടിൻ്റെ നന്മയാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടില്ല. വീഡിയോ കാണുന്നവർക്കറിയാം. പക്ഷെ നമ്മൾ നേരിൻ്റെ പക്ഷത്താണ് നിന്നത്. ഉസ്താദിൻ്റെ കയ്യിൽ നേരുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇന്ന് കമ്മിറ്റിക്കാർക്ക് അത് ബോധ്യപ്പെടുകയും കമ്മിറ്റി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തങ്ങളുടെ തെറ്റുകൾ തിരുത്തുകയും ഖാദിയോടൊപ്പം ചേരുകയും ചെയ്തപ്പോൾ ഉസ്താദും ഹാപ്പിയായി, കമ്മിറ്റിക്കാരും ഹാപ്പിയായി. അപ്പോൾ ഈ വിവരം നമ്മൾ പറയണമല്ലോ, അതാണ് നമ്മുടെ ഒരു മാന്യത. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രം നമ്മൾ ചികഞ്ഞന്വേഷിക്കാതെ അത് പരിഹരിക്കുമ്പോൾ ആ പരിഹാര മാർഗങ്ങൾ കൂടി പബ്ലിക്കിനെ അറിയിക്കേണ്ടത് ആ മാധ്യമത്തിൻ്റെ കൂടി ഒരു ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പതിവില്ലാത്തൊരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരാൻ ഇടയാക്കിയത്. എന്തായാലും ആ നാടിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എനിക്കിങ്ങനെ തോന്നും. കാരണം അവർ ഹംസ സഖാഫി വെളിയങ്കോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം വളരെ സരസനാണ്, തമാശ പറയുന്ന, സാധാരണ ഉസ്താദുമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ള ഉസ്താദാണ്. പക്ഷേ ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ ചരിത്രത്തിൽ വളരെ അഗ്രഗണ്യനാണ് അദ്ദേഹം. നിയമങ്ങൾ പറയുന്നിടത്ത് കണിശമാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയാറ്. അപ്പോൾ ആ ഒരു പറയുന്നതിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിഹരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ആ നാടിന് സന്തോഷമുള്ളൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കരുത്. അതൊരു നല്ല ശീലമല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷേ ചില ആളുകളൊക്കെ വീഡിയോനടിയിലുള്ള കമന്റ് കാണുമ്പോൾ തോന്നലുണ്ട്, നമുക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയം ഒരാൾ പറഞ്ഞാൽ പിന്നെ ഓനെ തെണ്ടി മറ്റത് മറിച്ചത് എന്ന് വിളിക്കലാണ് നിങ്ങളുടെ ഇസ്ലാമെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ അങ്ങനെ വേറൊരു വീഡിയോയിൽ കണ്ടൊരു വാക്കാണ് ഫക്രു തെണ്ടി, അങ്ങനെ ഇങ്ങനെ ഹാമുക്കെ, ഇതൊന്നും അല്ല വിളിക്കേണ്ടത്. നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യം കണ്ടാൽ നിങ്ങൾ വിയോജിക്കണം. നിങ്ങൾക്ക് യോജിപ്പുള്ള കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ യോജിച്ചോളൂ. പക്ഷെ അതൊരാളെ അസഭ്യം പറഞ്ഞുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ ആവരുത്. അപ്പോൾ ഈ വെളിയങ്കോട് മഹല്ല് കമ്മിറ്റിയുടെ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞു എന്നുള്ളൂ. കൂട്ടത്തിലൊരു കാര്യം, നമ്മുടെ ഈ മാസം റജബ് മാസമാണ്. അള്ളാഹു അനുഗ്രഹിച്ച വളരെ വലിയൊരു മാസം. റജബ് നമുക്ക് വിതക്കാനും, ഷഅബാൻ അതിനെ പരിപോഷിപ്പിച്ച് വളർത്താനും, റമദാൻ അതിൻ്റെ വിഭവങ്ങൾ കൊയ്യാനുമാണ് എന്നാണ് മഹാന്മാരായ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സുഫിയാക്കളൊക്കെ ഏറെ ആദരവോടുകൂടി കാണുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റജബ്. നമ്മൾ ഈ ഒരു മാസത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. ഇങ്ങനെ നമ്മൾ ഈ റജബൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ആദ്യം എനിക്ക് റജബിനെ ഫീൽ ചെയ്തിരുന്നില്ല. പിന്നെ ഷഅബാനും പിന്നെ റമദാനൊക്കെ പടച്ചോനെ നോമ്പെടുക്കണ്ടേന്നൊരു അടങ്ങറ്. പക്ഷെ നോമ്പിനെ ഒരു ആസ്വാദനമായിട്ട് കാണുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ റജബ് ഒരു വലിയ ആവേശമാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് റജബ് നമുക്ക് എന്താ പറയുക വിതക്കാനുള്ള മാസമാണ്.
റജബിൽ നോമ്പെടുക്കുന്നതിന് ഒരുപാട് പുണ്യമുണ്ട്. റജബിൻ്റെ പുണ്യത്തെക്കുറിച്ചൊക്കെ മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് വലിയ ചരിത്ര സംഭവങ്ങൾ ഉണ്ടായത് റജബ് മാസത്തിലാണ്. റജബിനെ കുറിച്ച് ഹബീബ നബി പറഞ്ഞത്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ഷഅബാൻ എൻ്റെ മാസമാണ്, റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. നമുക്ക് റമദാനിൻ്റെ പവിത്രതകളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതിനേക്കാൾ പവിത്രതയുണ്ട് റജബിന് എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. റജബിൽ നബി ഹബീബായ നബി നല്ല നോമ്പുവെക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പരമാവധി റജബിൻ്റെ മാസം സന്തോഷത്തിൻ്റെ മാസമാണ്. റജബിൻ്റെ പുണ്യങ്ങളിലേക്കും തിരിച്ച് നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ മറക്കരുത്. അല്ലാഹുമ്മ ബാരിക് ലനാ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റമദാൻ എത്തിക്കട്ടെ. നമുക്കൊരുപാട് സവിശേഷതകളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഒരുങ്ങി. ഇപ്പോൾ ഈ റജബൊക്കെ ആകുമ്പോഴേക്ക് വീടൊക്കെ ഇതാക്കി. ഇപ്പോൾ എൻ്റെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. എൻ്റെ വീട്ടിലിപ്പോൾ വൈഫ് പറഞ്ഞു ഒക്കെ ജനലൊക്കെ തുടച്ച് മോള് വെച്ച് നോമ്പ് അടുത്താഴ്ച ചെയ്യണമെന്ന്. നോമ്പ് അടുത്താഴ്ച റജബാകുമ്പോഴേക്കും ഒരുങ്ങിയിരിക്കുന്ന ആളുകൾ. ചിലർ ഷഅബാനിലൊക്കെയാണ് വീടൊക്കെ ഒരുക്കിണ്ടാക്കിയിട്ട് ഒന്ന് നമ്മൾ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒരുങ്ങേണ്ട ഒരു സമയമാണ്. അപ്പോൾ മാഷാ അല്ലാഹ് ഈ റജബിൻ്റെ ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സാധ്യമാക്കട്ടെ. ആ വെളിയങ്കോട് മഹലിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു, സന്തോഷമായിട്ട് എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.